ഹൃതികാശി ഭാഗം 24. കാശിയും ഹൃദുവും പണിയാക്കുവോ? പ്രശ്നമാവോ ആവോ? കണ്ടറിയാം. കാശിയേട്ടാ, അമ്മ. അതിനെന്താ? അതിനെന്താന്നോ, അമ്മ എങ്ങനെ നമ്മളെ കണ്ടാലെന്താ, നമ്മുടെ കല്യാണം പെട്ടെന്ന് നടന്നു കിട്ടും. കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ അവനെ പെട്ടെന്ന് പിറകിലേക്ക് തള്ളി. തൊട്ടടുത്തുണ്ടായിരുന്ന പാത്രം അവൻ്റെ കാല് തട്ടി നിലത്തേക്ക് വീണു. തീരുമാനമായി. തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ഹൃദു അവനെ നോക്കിയതും ഡോറിൽ മുട്ട് കേട്ടതും ഒരുമിച്ചായിരുന്നു. ഹൃദു, നീ ഇതിനകത്തുണ്ടോ? വാതിൽ തുറന്നേ. എന്തിനാ പൂട്ടിയിട്ടേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? നമ്മളങ്ങനെ ഒരുമിച്ച് കണ്ടാലെന്താ? ഞാൻ പറഞ്ഞില്ലേ, അപ്പം പെട്ടെന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞോളൂ. ദേ കാശിയേട്ടൻ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. മനസ്സിനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു കല്യാണം. ഓ സോറി, ഞാനിപ്പോൾ എന്താ വേണ്ടേ? എനിക്കെങ്ങനെ അറിയാനാ? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. പെട്ടെന്ന് ഡോറിലുള്ള കൊട്ടു നിന്നതും രണ്ടുപേരും പരസ്പരം നോക്കി. അമ്മ പോയോ ആവോ? കൈ മലർത്തിക്കൊണ്ട് കാശി മെല്ലെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് തലയിട്ട് നോക്കി. കൈ രണ്ടും മാറിൽ കെട്ടി നിൽക്കുന്ന ആകാശിനെ കണ്ടതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഡോർ അടയ്ക്കാൻ തുനിഞ്ഞു. അകത്തുള്ള ആളെ കൂട്ടുന്നില്ലേ ഒപ്പം? പുരികം ഉയർത്തിക്കൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ടതും കാശി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഹൃദു, ഇറങ്ങിപ്പോരെ, അമ്മായി പോയി. അകത്തേക്ക് നോക്കി ആകാശ് വിളിച്ചു പറഞ്ഞതും തല താഴ്ത്തിക്കൊണ്ട് ഹൃദു പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ തല ഉയർത്തി ആകാശിനെ നോക്കി. അവൻ കൈ കെട്ടി രണ്ടുപേരെയും മാറി മാറി നോക്കുമായിരുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? പുരികം പൊക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും എന്തെന്ന നിലയ്ക്ക് രണ്ടാളും അവനെ നോക്കി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് കരുതണ്ട. ഹൃദുവിൻ്റെ പേര് പറയുമ്പോഴെല്ലാം നിനക്ക് ദേഷ്യം വരുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും അവളെക്കുറിച്ച് ഞാൻ പറഞ്ഞതും. അവൻ്റെ മറുപടി കേട്ടതും ഹൃദു ഇടം കണ്ടിട്ട് കാശിയൊന്ന് നോക്കി. ഇതൊക്കെ വീട്ടിലറിഞ്ഞാൽ എന്താ ഉണ്ടാകുമെന്നറിയോ രണ്ടിനും? ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തി തരും അല്ലേ? ഹൃദുവിനെ നോക്കി ചോദിച്ചുകൊണ്ട് കാശി വിളിച്ചതും അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. ആര് പറഞ്ഞു? ഞങ്ങൾ കല്യാണത്തിന് സമ്മതിച്ചാലല്ലേ കല്യാണം നടക്കും. ഇനി ബാക്കിയുള്ളവർ സമ്മതിച്ചാലും എൻ്റെ പെങ്ങളെ നിനക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? അത് കേട്ടതും കാശി പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അളിയ, ചതിക്കരുത്. അറിവില്ലായ്മ കൊണ്ട് ചിലപ്പം പലതും പറഞ്ഞിട്ടുണ്ടാകും, കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. ഒന്നുമില്ലെങ്കിലും നീ എന്നേക്കാൾ ഒരുപാട് മൂത്തതല്ലേ, എന്നിട്ടും എനിക്ക് ചേട്ടാന്ന് വിളിക്കാൻ തോന്നിയില്ല. അതും അറിവില്ലായ്മ കൊണ്ടാ. അതുകൊണ്ട് അനിയനോട് പുറത്ത് കന്ന് ഹൃദുവിനെ എനിക്ക് തന്നെ തരണേ. എനിക്കറിയാം നീ എതിർക്കില്ലെന്ന്, കാരണം നിന്റെ മനസ്സ് പിഞ്ചു മനസ്സാണ്. ആകാശ് അവൻ്റെ സംസാരം കേട്ട് കണ്ണും വീഴ്ച നിൽക്കുമായിരുന്നു. അവൻ ഹൃദുവിനെ നോക്കിയപ്പം അവൾ എന്തോ ഓർത്ത് കരയുവാണ്. കാലങ്ങൾക്ക് ശേഷം ആകാശേട്ടനിൽ നിന്നും എൻ്റെ പെങ്ങളെന്ന വാക്ക് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും എനിക്കെൻ്റെ പഴയ ആകാശേട്ടനെ തിരിച്ചു കിട്ടിയതുപോലെ. എന്തോ ഓർത്തെന്ന പോലെ ഞാൻ ഏട്ടനെ നോക്കിയതും ഏട്ടൻ എന്നെ തന്നെ എന്തെന്ന നിലയ്ക്ക് നോക്കി പിരികം പൊക്കി. ഞാൻ ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചിക്കൊണ്ട് ചിരിച്ചു. അല്ല, അപ്പം ആൻറ്റി ഇവിടെ? ആൻറ്റിയുടെ ശബ്ദം ഞങ്ങൾ കേട്ടല്ലോ. പെട്ടെന്ന് ഏട്ടനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് കാശിയേട്ടൻ ചോദിച്ചു. അമ്മായിയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചതാ. എനിക്ക് പകരം അമ്മായിയാണിത് കണ്ടിരുന്നെങ്കിൽ എല്ലാം തീർന്നിരുന്നേനെ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഫോണിലിട്ട പാട്ട് കേട്ടതും മാളു തല ചരിച്ചുകൊണ്ട് ലോകേഷിനെ നോക്കി പല്ലെറുമ്പി. അത് കണ്ടതും അവനൊന്ന് ഇളിച്ചുകൊണ്ട് ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് അവളെ നോക്കി. മാളു. അവളൊന്നും മിണ്ടാതെ മുഖം തിരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഇതുവരെയായിട്ടും അവനോട് മാത്രം അവളൊന്നും മിണ്ടിയിട്ടില്ല. മാളു. വീണ്ടും അവൻ്റെ ശബ്ദം കേട്ടതും അവൾ കൈകൊണ്ട് തൻ്റെ ഇരു ചെവികളും പൊത്തിപ്പിടിച്ചു. ഡി, നിന്നെ വിളിക്കണേ ഗുണ്ടുമുളകെ. ഉച്ചത്തിൽ അവൻ പറഞ്ഞതും അവൾ പല്ല് കടിച്ചു. ശേഷം അവനെ നോക്കി. എന്താ തനിക്ക് വേണ്ടത്? കുറച്ച് സമാധാനം തരുമോ? ഞാനാണോ നിൻ്റെ സമാധാനം കളയുന്നത്? അതെ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഈ കിടപ്പ് കിടക്കുന്നത്. കൊല്ലാതെ വിട്ടത് ഭാഗ്യം. അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് കേട്ടതും ദേഷ്യത്തോടെ അവൻ അവളുടെ നെറ്റിയിലമർത്തി. ആഹാ, അമ്മേ പുറപട്ടി. ഉച്ചത്തിൽ അലറിക്കൊണ്ടവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. ശേഷം തൻ്റെ കൈകൾ നെറ്റിയിൽ ചേർത്തു. വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ അപ്പോഴാ ചെയ്ത കാര്യം ഓർമ്മ വന്നത്. അവളെ നോക്കി ഒന്ന് ഇളിച്ചു കൊടുത്തതും അവൾ പല്ല് കടിച്ചു. സോറി. തല താഴ്ത്തിക്കൊണ്ടായിരുന്നു അവനത് പറഞ്ഞത്. എല്ലാം ചെയ്തു വെച്ചിട്ട് അവനൊരു കൂറി. മുഖം വെട്ടിച്ചുകൊണ്ട് അവൾ അവനെ പുച്ഛിച്ചു. നിൻ്റെ ഈ കോപ്രായം കാണുമ്പോഴെനിക്ക് ദേഷ്യം വരുന്നത്. പാവല്ലേ വിചാരിച്ച് സോറി പറഞ്ഞപ്പോൾ?
നീ ചെയ്തത് തെറ്റ്. എന്നെ തള്ളിയിട്ടതിന് സോറി പറയേണ്ടത് നിന്റെ കടമയാണ്. നീ ആര് ബാഹുബലിയോ? അല്ലടാ ദേവസേന. വയ്യെങ്കിലെന്താ, നാക്കിനൊരു കുഴപ്പമില്ലല്ലോ. എൻ്റെ നാക്ക് എൻ്റെ ഇഷ്ടം, ഞാൻ എന്നും പറയും. ഐ. മാളു അടുത്ത് കിടന്ന തലേണെടുത്ത് അവൻ്റെ നേരെ ഒറ്റ ഏറായിരുന്നു. അവനത് തിരിച്ചു പറഞ്ഞു. നിർത്ത്. വാതിലിനടുത്ത് നിന്നും ഉച്ചത്തിൽ ശബ്ദം കേട്ടതും രണ്ടുപേരും അങ്ങോട്ട് നോക്കി. അവിടെ കലിപ്പി നിൽക്കുന്ന കാശിയെ കണ്ടതും വേഗം മാളു കണ്ണടച്ചു കിടന്നു. ലോകേഷ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കാശിയെ നോക്കാതെ താഴേക്ക് ഒറ്റോട്ടമായിരുന്നു. നാളെയാണ് ആകാശിൻ്റെ അഞ്ജുവിൻ്റെയും കല്യാണം. അതുകൊണ്ട് തന്നെ വീട്ടിൽ മുഴുവൻ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. വീട്ടിൽ ചെറുതായിട്ടൊന്ന് പന്തൽ കെട്ടിയിട്ടുണ്ട്. മാളുവിൻ്റെ മുറിവ് മുഴുവനായിട്ട് മാറിയിട്ടില്ലെങ്കിലും ഭേദമുണ്ട്. ആകാശിൻ്റെ വക തന്നെയായിരുന്നു എല്ലാവർക്കും ഡ്രസ്സ്. ആരെ എടുക്കാൻ അവൻ സമ്മതിച്ചില്ല. തൻ്റെ പണം കൊണ്ടെടുത്താൽ മതിയെന്ന് അവൻ തീർത്ത് പറഞ്ഞു, പ്രത്യേകിച്ച് ഹൃദുവിനോട്. പഴയ ആകാശിനെ തിരിച്ചു കിട്ടിയത് കണ്ടപ്പം എല്ലാവർക്കും സന്തോഷമായിരുന്നു. കാശിക്കും മാളുവിനും ലോകേഷിനുമെല്ലാം അവൻ എടുത്തു കൊടുത്തിരുന്നു. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർക്കത് വാങ്ങേണ്ടി വന്നു. സ്റ്റോർ റൂമിൽ വെച്ച് പിടിച്ചതിൻ്റെ ശേഷം മുതൽ കാശിയും ആകാശം കൂടുതൽ അടുത്തു. തൻ്റെ പഴയ കാര്യങ്ങളെല്ലാം അവൻ തന്നെ കാശിയോട് പറഞ്ഞു. ലോകേഷ് എപ്പം മാളുവിനെ കണ്ടാലും വഴക്കടിച്ചുകൊണ്ടേയിരിക്കും. അവൾക്കാണെങ്കിൽ അവനെ ഇപ്പം കാണുന്നതേ കലിയ. മാളു, നാളെ വീട്ടിൽ നിന്ന് എല്ലാവരും വരില്ലേ? വരുവടി, നിങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞതല്ലേ, അപ്പം വരാതിരിക്കില്ല. മോൻ്റെ വീട്ടിലും കൂടെ പറയായിരുന്നു. കാശിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഹൃദുവിൻ്റെ അമ്മ പറഞ്ഞു. ഇനിയും കല്യാണം വരാനിരിക്കുന്നില്ല ആൻറ്റി, അപ്പം എന്തായാലും അവർക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ലോകേഷ് ഇടക്ക് കയറി പറഞ്ഞതും കാശിയും ഹൃദുവും അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അതാൻറ്റി, ഇനി ഒരുപാട് പരിപാടികൾ ഉണ്ടാകുമല്ലോ, അതിന് വിളിക്കാമെന്ന് പറഞ്ഞൊപ്പിച്ചുകൊണ്ട് കാശി ലോകേഷിനെ നോക്കി പല്ല് കടിച്ചു. അഞ്ജു, ഡി അഞ്ജു, ഒന്ന് എഴുന്നേക്കടി. വിളിച്ചെൻ്റെ തൊണ്ട പറ്റി. എന്തുറക്കമായി പെണ്ണ്? ഡി, ഇന്ന് നിൻ്റെ കല്യാണം കേട്ടോ. ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് അവസാനം ആകാശേട്ടൻ വേറെ വല്ലവരെയും പോയി കെട്ടും. അത് കേട്ടതും അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്നെ നോക്കി ഇളിച്ചു തന്നു. ഞാനൊന്ന് ആക്കി ചിരിച്ചുകൊണ്ട് അവളെ ബാത്റൂമിലേക്ക് തള്ളിവിട്ട് പുറത്തേക്കിറങ്ങി. കല്യാണം ആകുന്നത് വരെ രണ്ടുപേരും തമ്മിൽ ഇനി കാണേണ്ടെന്ന് പറഞ്ഞ് തലേന്ന് തന്നെ കാശിയേട്ടൻ ആകാശിനെ കൊണ്ട് അവിടെയുള്ള അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. അമ്പലത്തിൽ ആദ്യം എത്തിയതും അവരായിരുന്നു. ഇവരൊക്കെ എന്താ വരാത്തെ? കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പെറുപെറുത്തു. ചുവപ്പ് ഷർട്ടും അതേ കരയിലുള്ള മുണ്ടുമാണ് അവൻ ഉടുത്തിരുന്നത്. ഹൃദയം 10 മടങ്ങായി അവൻ്റെ ഇത് മിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവർക്കരികിലേക്ക് ഒരു കാറ് വന്നു നിന്നതും അവൻ ഉയർന്ന ഹൃദയമിടിപ്പോടെ കാറിലേക്ക് തന്നെ മിഴികൾ നട്ടു. ഡോറ് തുറന്ന് ആദ്യം തന്നെ ഹൃദു ഇറങ്ങിയതും അവളെ കണ്ട് കാശി കണ്ണു മിഴിച്ചു. മഞ്ഞയും ചുവപ്പും കളറിലുള്ളൊരു ധാവണിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. മുടി ഇല്ലിയെടുത്ത് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. കാതിൽ കുഞ്ഞു ജിമിക്കിയിട്ടിട്ടുണ്ട്. അവൾ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ മുഖം മുഴുവനായും അവന് കാണാൻ കഴിഞ്ഞില്ല. കാറിൽ നിന്നും അഞ്ജുവിനെ അവൾ പിടിച്ചിറക്കിക്കൊണ്ട് നേരെ നോക്കിയത് കാശിയുടെ മുഖത്തേക്കാണ്. അവളൊന്ന് പുഞ്ചിരിച്ചതും അവനും തിരികെ അതുപോലെ ചിരിച്ചു. അവളെ തന്നെ മുഴുവനായി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തോളിൽ ആരോ കൈവച്ചത്. അളിയ, നിനക്കുള്ളത് തന്നെ അവൾ. ഇപ്പം തന്നെ നോക്കി നോക്കി എൻ്റെ പെങ്ങൾക്ക് കണ്ണീര് തട്ടിക്കരുത്. ഇളിച്ചുകൊണ്ട് ആകാശ് പറഞ്ഞതും അവനെ നോക്കി കാശി പല്ല് കടിച്ചു. ഇനിയും 10 മിനിറ്റ് ഉണ്ട് താലികെട്ടിന്. അധിക പേരില്ലെങ്കിലും വന്നവരെയെല്ലാം വിളിച്ചിരുത്തി. ആദ്യം വന്നില്ല. അഞ്ജു പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരാളെക്കുറിച്ച് ഓർമ്മ വന്നത്. നിന്നോട് വരുമെന്ന് പറഞ്ഞതല്ലേ? ആടി, നേരത്തെ തന്നെ വരാമെന്ന് പറഞ്ഞതാ. പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല. പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഞാൻ അവളെ അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് ആകാശേട്ടനെ നോക്കി നടന്നു. പുറത്ത് കാറിൻ്റെ അരികിലാണ് 3 പേരും ഇപ്പോഴും നിൽക്കുന്നത്. കാശേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പോകാൻ മടി തോന്നിയെങ്കിലും മടിച്ചു നിന്നാൽ ഒന്നും നടക്കില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ വേഗം അവർക്കരികിലേക്ക് നടന്നു. ആകാശേട്ടാ. ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഏട്ടനെ വിളിച്ചതും പെട്ടെന്ന് എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ ഹൃദു? ഒരു കാര്യം പറയാനുണ്ട്. ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാം. ലോകേഷിനെയും കാശിയേട്ടനെയും മാറി മാറി നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അത് കേട്ടതും കാശിയേട്ടൻ എന്നിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് ഫോണിൽ നോക്കാൻ തുടങ്ങി. എന്താ ഹൃദു കാര്യം? ആകാശേട്ടൻ്റെ ചോദ്യം കേട്ട ഞാൻ കാശിയേട്ടനിൽ നിന്നും മുഖം തിരിച്ചത്. ആദ്യം ഇന്ന് വരില്ലേ? നിനക്കെങ്ങനെ ആദ്യം അറിയാം? ഞെട്ടലോടെയായിരുന്നു അത് ചോദിച്ചത്. അഞ്ജു എന്നോടെല്ലാം പറഞ്ഞിരുന്നു. എല്ലാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് മുതൽ വീട്ടിലെത്തിയത് വരെയുള്ളതല്ല. ഹൃദു, ഞാൻ വേണ്ട ഏട്ടാ, ഇപ്പം ഞാൻ ചോദിച്ചത് പറ. അഞ്ജു അവിടെ ഇരുന്ന് കരയുക. വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്നും പറഞ്ഞു.
ഞാനിപ്പോൾ അവന് വിളിച്ചു വെച്ചതേ ഉള്ളൂ, ഇവിടെ എത്താനായെന്നാ പറഞ്ഞത്. ഏട്ടൻ പറഞ്ഞു നിർത്തിയതും പെട്ടെന്നൊരു കാറ് ഞങ്ങൾക്കരികിൽ വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. സംശയത്തോടെ ആ കാറിലേക്ക് തന്നെ നോക്കിയതും ഡോറ് തുറന്ന് ഒരാൾ പുറത്തേക്കിറങ്ങി. ആദി! പെട്ടെന്നാണ് ആകാശേട്ടൻ അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചത്. അപ്പം ഇതായിരുന്നു ആദി. എത്ര ഏടാ കണ്ടിട്ട്, ഒരുപാട് മിസ് ചെയ്തു നിന്നെ. ഏട്ടൻ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ നേരെ നോക്കിയത് എന്നെയാണ്. ഇതാരാടാ? ഓ സോറി, നിനക്ക് കണ്ട് പരിചയം ഉണ്ടാകില്ല, പക്ഷെ പേര് കേട്ടിട്ടുണ്ടാകും. അവനൊരു നിമിഷം ആലോചിച്ചു, പിന്നെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഋതു അല്ലേ? ഞാൻ ഞെട്ടലോടെ അതേ എന്ന നിലയ്ക്ക് തലയാട്ടിക്കൊണ്ട് ആകാശേട്ടനെ നോക്കി. അപ്പോൾ ഓർമ്മയുണ്ടായിരുന്നല്ലേ നിനക്ക്? പിന്നെ ഓർമ്മയില്ലാതിരിക്കുമോ? അഞ്ജുവിനെ എപ്പോൾ വിളിച്ചാലും അവൾക്ക് പറയാനുള്ളത് എപ്പോഴും നിൻ്റെ കാര്യം മാത്രമായിരിക്കും. കേട്ട് എൻ്റെ ചെവി തുരുമ്പിച്ചു. അതൊക്കെ എപ്പോൾ? എന്നിട്ട് എന്നോടൊന്നും അവൾ പറഞ്ഞില്ലല്ലോ. ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അതേതാ പയ്യൻ? ലോകേഷിൻ്റെ ശബ്ദം കേട്ടാണ് കാശി ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയത്. ഋതുവിൻ്റെയും ആകാശിൻ്റെയും കൂടെ നിൽക്കുന്നൊരു പയ്യനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ കൂർത്തു. ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ വേഗത്തിൽ അവർക്കരികിലേക്ക് നടന്നു. പിറകെ ലോകേഷും. ഇതാരാക്കൂ? ആദിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഋതു കാശിയെ കണ്ടത്. ആം കാശിനാഥൻ, ഋതുവിൻ്റെ ഫിയാൻസിയ. ഋതുവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുകൈ ആദിക്ക് നേരെ നീട്ടി കാശി പറഞ്ഞതും ഞെട്ടലോടെ ഋതു കയ്യിലേക്ക് നോക്കി. ശേഷം അവനെ, ഞാൻ ആദവ്, ആദിയെന്ന് വിളിക്കും, അഞ്ജുവിൻ്റെ ഫ്രണ്ടാ. ഞാൻ ലോകേഷ്, കാശിയേട്ടൻ്റെ അനിയനാണ്. പെട്ടെന്ന് ചാടിക്കേറി അവന് നേരെ കൈ നീട്ടി ലോകേഷ് പറഞ്ഞതും ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ഒന്ന് ചിരിച്ചുകൊണ്ട് ആദി തിരികെ കൈ കൊടുത്തു. നിന്നെ കാണാഞ്ഞിട്ട് ഒരുവൾ അവിടെ നിന്ന് മോങ്ങുന്നുണ്ട്, വാ അങ്ങോട്ടേക്ക് പോകാം. ആകാശ് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് തലയാട്ടി ആദി അവൻ്റെ കൂടെ നടന്നു. ഋതുവിൻ്റെ കയ്യിൽ നിന്നും കാശി കൈ വേർപെടുത്തിയതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവർക്ക് പിറകെ നടക്കാൻ തുടങ്ങിയ ഋതുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാശി പെട്ടെന്ന് അവളെ വലിച്ച് അവനോട് ചേർത്തു. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുമ്പോഴേക്കും അവളുടെ വയറിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവൻ കാറിനോട് ചേർന്ന് നിന്നിരുന്നു. എന്തത്? എന്നെ വിട് കാശേട്ടാ. ചുറ്റും നോക്കിയിട്ടവൾ അവനിൽ നിന്നും കുതറിക്കൊണ്ട് പറഞ്ഞു. അടങ്ങി നിൽക്കട്ടെ അവിടെ. എന്തൊരു ജാടയായിരുന്നു നിനക്ക്, വന്നിട്ട് ഇത്രയായിട്ടും നീ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോ? കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അവൻ ചോദിച്ചതും ഋതു അവനെ നോക്കി ഉമിനീരിറക്കി. എന്താ ഇപ്പോൾ ഒന്നും പറയാനില്ലേ? പിരികം പൊക്കിക്കൊണ്ട് കാശി ചോദിച്ചതും അവൾ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് അവനെ നോക്കി. കാശിയേട്ടാ, നമുക്ക് പിന്നെ സംസാരിക്കാം, ആരെങ്കിലും കാണും പ്ലീസ്. അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പേടി കണ്ടതും അവൻ അവളിൽ നിന്നും പെട്ടെന്ന് കൈ അയച്ചു. തിരിഞ്ഞുപോലും നോക്കാതെ അവൾ അമ്പലത്തിലേക്ക് ഓടിക്കയറി പോകുന്നത് കണ്ട് കാശി ചിരിച്ചുകൊണ്ട് പിറകെ നടന്നു. ഇനി ഈ താലി അങ്ങ് കെട്ടിക്കോളൂ. ആകാശിന് നേരെ താലി നീട്ടിക്കൊണ്ട് പൂജാരി പറഞ്ഞതും അവനത് വാങ്ങിക്കൊണ്ട് തല താഴ്ത്തി തനിക്ക് അടുത്തിരിക്കുന്നവളെ നോക്കി. ശേഷം താലി അവളുടെ കഴുത്തിലേക്കിട്ട് മുറുക്കി കെട്ടി. പൂജാരി നീട്ടിയ ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തി. നമുക്കും വേണ്ട ഇങ്ങനെ. തൊട്ടടുത്ത് നിന്ന ആ ശബ്ദം കേട്ടതും ഋതു ഞെട്ടിക്കൊണ്ട് തല ചരിച്ചു നോക്കിയതും തനിക്കരികെ നിൽക്കുന്ന കാശിയെ കണ്ട് കണ്ണു മേടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. കാശിയേട്ടാ പോയേ, ആരെങ്കിലും കണ്ടോ അത് മതി. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താ? നമുക്കും വേണ്ടേ അവരെ പോലൊരു ദിവസം? അഗ്നിക്ക് ചുറ്റും വലം വെക്കുന്നവരെ നോക്കി കാശി ചോദിച്ചു. വേണം, നമുക്കും വേണം. ഇനിപ്പോ പ്ലീസ് ഏട്ടാ. അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞൊപ്പിച്ചതും അവൻ തലയാട്ടിക്കൊണ്ട് ലോകേഷിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. ചേട്ടാ, എനിക്കൊരു പപ്പടം കൂടെ. ആദിയെ നോക്കി മാളു പറഞ്ഞതും അടുത്തിരുന്ന ലോകേഷ് അവളെ നോക്കി പല്ലിയടിച്ചു. ഇതെടുത്തോ, അവനെ വിളിക്കണ്ട. തൻ്റെ പപ്പടെടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞതും മാളു വായും പൊളിച്ച് അവനെ നോക്കി. എങ്ങനെ നോക്കാതിരിക്കും? സാധാരണ തൻ്റേതിൽ നിന്നുകൂടെ അവൻ എടുക്കുമെന്നല്ലാതെ ഒന്നുപോലും തിരികെ തന്നിട്ടില്ല. ആ ആളായിന്ന് ചോദിക്കാതെ തന്നിരിക്കുന്നത്. അവളൊന്നും മിണ്ടാതെ അതെടുത്തുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. അളിയൻസ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി കല്യാണം നടക്കുമോ അതോ ഇനി എന്തെങ്കിലും മുടക്ക് വരുമോ? നമ്മളെല്ലാ സൈഡിൽ നിന്നും ആലോചിക്കണമല്ലോ. അപ്പോൾ ബാക്കി പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.